ഈ കൊച്ചുങ്ങളും ഞങ്ങളൊക്കെ ആനെ പേടിച്ച് നിൽക്കണേ. വീട്ടിൽ പോകണമെങ്കിൽ ഇവിടുന്ന് വിളിക്കും, ഇവിടുന്ന് കയറി കഴിയുമ്പോൾ സാറന്മാരെ വിളിക്കും, സാറന്മാർ വരും. അവർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല, അവർ വന്നു കടത്തി വിട്ടു. അത് കഴിയുമ്പോൾ പിന്നെ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ 10-20 ആന വന്നത്. ശിവന്റെ വാക്കുകളിലുണ്ടല്ല. ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി വരുന്ന വീട്ടിമുകളിലെ താമസക്കാരനാണ്. പക്ഷേ നവകിരണത്തിന് വീട് നൽകാൻ തയ്യാറല്ല. കാരണം സിമ്പിളാണ്. 2.5 ഏക്കർ ഭൂമിയുണ്ട്. എന്ത് നഷ്ടപരിഹാരം കിട്ടും? 2 സെന്റ് ഭൂമി നൽകിയാലും 1 ഏക്കർ നൽകിയാലും കിട്ടുന്നത് ഒരു യൂണിറ്റിന് 15 ലക്ഷമാണ്. അതാണ് ഈ പദ്ധതിയെ നാട്ടുകാർ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ 15 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 സെന്റ് സ്ഥലവും മേടിച്ച് ഒരു പെര കെട്ടാനുള്ള സാഹചര്യം ഇന്നത്തെ നിലവിൽ ഈ കാലത്ത് ഇവിടെ ഇല്ല. അപ്പോൾ അത് കാരണം ആൾക്കാർ ഒരു രക്ഷയില്ലാത്ത കാരണം ഇവിടെ തന്നെ സഹിച്ച് ജീവിക്കുകയാണ്. 2019 RKDP തുടങ്ങുമ്പോൾ തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്നവരാണ് കിട്ടുന്നത് വാങ്ങി ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ തയ്യാറായത്. ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനം വന്നത്. നവകിരണം പദ്ധതിയുടെ ഭാഗമായി ഭൂമി നൽകാൻ തയ്യാറായി എത്ര പേർ സർക്കാരിന് മുന്നിലുണ്ട്? 5000-ലധികം പേർ. ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് അതിൽ 10% താഴെ പേരുടെ കാര്യത്തിൽ. ഇത് തന്നെയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് മുഖ്യ കാരണം. നാട് വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ ഞങ്ങൾ എപ്പോൾ പോകാനും തയ്യാറാണ്. ഇന്ന് കിട്ടിയാൽ ഇന്ന് പോകാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം അപേക്ഷ വെച്ചിട്ട് എത്ര കാലമായി? 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ വെച്ചതാണ്. തീരുമാനമൊന്നും ആയില്ല. തീരുമാനം ഒരു പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ 2 ഗഡു കൊടുത്തു കഴിഞ്ഞിട്ടാണ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കണേ. ഇതുവരെ 684 യൂണിറ്റുകൾക്കാണ് പണം നൽകിയത്. 131 യൂണിറ്റുകൾക്ക് പകുതി വിലയും കൈമാറി. കിഫ്ബി വഴി 725 യൂണിറ്റുകൾക്കുള്ള പണം ഉടൻ കൈമാറുമെന്നാണ് വനവകുപ്പിന്റെ വിശദീകരണം. ഞങ്ങൾക്ക് ഈ നാട് വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ പോകാനാണ്. ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും പോകാനില്ല. ഞങ്ങളിപ്പോൾ മരിച്ചാലും ഇവിടെ കിടന്ന് മരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നഷ്ടപരിഹാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയാൽ തന്നെ കൂടുതൽ പേർ മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ തയ്യാറാകും. അപേക്ഷ കൊടുക്കുന്ന പറഞ്ഞാൽ എങ്ങനെ കൊടുക്കാനാ? ഇത്രയും ഈ 5 സെന്റിനുള്ളവനും 5 ഏക്കറുള്ളവർക്കും ഈ ഒരു 15 ലക്ഷം രൂപ തരുന്നു. അതിന് എന്തെങ്കിലും ഒരു മാറ്റം ഇല്ലാണ്ട് ഞങ്ങൾക്ക് സാധിക്കും. അവിടെ നിന്ന് ചാവട്ടെ എന്ന് നിൽക്കല്ലാണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് ഞങ്ങളുടെ അച്ഛൻ. നവകിരണം പേര് പോലെ ഒട്ടും നല്ല പ്രതീക്ഷ നൽകുന്നതല്ലെന്നാണ് വനാതിർത്തിയിലെ ജീവിതങ്ങൾ കാണിച്ചു തരുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.